7 വർഷം മുമ്പ് 2019 ഓഗസ്റ്റ് ആദ്യവാരത്തിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിൽ കശ്മീരിൻ്റെ പ്രത്യേക പദവി അവസാനിപ്പിക്കുന്ന ഭരണഘടനാ ഭേദഗതി അവതരിപ്പിച്ചത്. വളരെ പെട്ടെന്നുള്ള ചടുലമായ ഒരു നീക്കമാണ് അന്ന് സർക്കാർ നടത്തിയത്. എം പിമാർക്ക് പോലും ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ പെട്ടെന്ന് സഭയിൽ വരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള ഒരു ഝടുതിയിലുള്ള നീക്കത്തിലൂടെ, ബോൾ ഫ്രം ദ ബ്ലൂ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന മാതിരിയുള്ള ഒരു നിയമനിർമ്മാണത്തിലൂടെ 370 വകുപ്പ്, ഭരണഘടനയുടെ 370 വകുപ്പ് ഇല്ലായ്മ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി അന്ന് അവതരിപ്പിച്ചു. അത് പാസ്സാക്കിയെടുക്കുന്നതിൽ അവർ വിജയിക്കുകയും ചെയ്തു. കാരണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ രണ്ടാം സർക്കാർ അപ്പോൾ അധികാരത്തിൽ വന്ന സാഹചര്യത്തിൽ അവർക്ക് വളരെ മുൻകാലത്തേക്കാൾ കൂടുതൽ ശക്തി അന്നുണ്ടായിരുന്നു. ഒക്ടോബർ മാസത്തോടുകൂടി കശ്മീർ 2 കഷ്ണമായിട്ട് മാറി. ജമ്മുവും കശ്മീരും ഒരു ഭാഗം, ലഡാക്ക് വേറെ ഒരു ഭാഗം. അങ്ങനെ ജമ്മു കശ്മീർ എന്ന് പറയുന്ന പ്രദേശം, ലഡാക്ക് എന്ന പ്രദേശം 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് മാറി. അവരുടെ സംസ്ഥാന പദവി അപ്രത്യക്ഷമായി. കശ്മീരിൻ്റെ പ്രത്യേക പദവി മാത്രമല്ല അന്ന് അപ്രത്യക്ഷമായത്, മറിച്ച് കശ്മീരിൻ്റെ സംസ്ഥാന പദവി പോലും എടുത്തു കളയപ്പെട്ടു. ആ പ്രദേശങ്ങൾ രണ്ടും, ലഡാക്കും ജമ്മു കാശ്മീരും കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് മാറി. ഈ സംഭവത്തിന് ശേഷം നേരത്തെ കശ്മീരിൻ്റെ ഗവർണറായിരുന്നു കശ്മീരിൻ്റെ പ്രധാനപ്പെട്ട ഭരണാധികാരിയെങ്കിൽ പിന്നീട് ലഡാക്കിന് വേറെ കശ്മീരിന് വേറെ 2 ലഫ്റ്റനൻറ്റ് ഗവർണർമാർ അധികാരത്തിൽ വന്നു. ഈ ലഫ്റ്റനൻറ്റ് ഗവർണർമാരാണ് ഈ പ്രദേശത്തിൻ്റെ അധികാരം പൂർണ്ണമായിട്ടും കഴിഞ്ഞ 7 വർഷമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. നേരത്തെ ജമ്മു കാശ്മീരിലുണ്ടായിരുന്ന നിയമസഭ ഇല്ലായ്മ ചെയ്തു. 5 വർഷക്കാലം നിയമസഭയോ മന്ത്രിസഭയോ ഇല്ലാതെ ജമ്മു കാശ്മീർ മുന്നോട്ട് പോയി. 2 വർഷം മുമ്പ് 2024 പുതിയൊരു തെരഞ്ഞെടുപ്പ് നടത്തി. കേന്ദ്രഭരണ പ്രദേശത്ത് നടത്തിയ തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്ന കശ്മീരിലെ പഴയകാല പാർട്ടി, ഷെയ്ഖ് അബ്ദുള്ള പാർട്ടി വീണ്ടും വിജയിച്ചു വന്നു. ഷെയ്ഖ് അബ്ദുള്ളയുടെ മകൻ ഉമർ അബ്ദുള്ള അവിടെ മുഖ്യമന്ത്രിയായി. ലഡാക്കിൽ പക്ഷേ ആ തരത്തിലുള്ള പ്രാദേശികമായിട്ടുള്ള ജനാധിപത്യ വികാസങ്ങളൊന്നും സംഭവിച്ചതുമില്ല. എന്താണ് കഴിഞ്ഞ 7 വർഷത്തെ അനുഭവം? എന്തിനു വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ 370 ഒഴിവാക്കി ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി ഇല്ലാതാക്കി അതിനെ 2 കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി കേന്ദ്രത്തിൻ്റെ ഭരണത്തിന് കീഴിൽ അതിനെ കൊണ്ടുവന്നത്? അന്ന് അമിത്ഷാ പറഞ്ഞത് കശ്മീരിൻ്റെ വികസനത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് കശ്മീരിൽ സാമ്പത്തികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതിൽ, കശ്മീരിൻ്റെ വികസനാവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ, കശ്മീരിലെ ഇന്ത്യയുമായി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഈ പ്രത്യേക പദവിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് അമിത്ഷായുടെ മാത്രം വാദഗതി ആയിരുന്നില്ല. 1950 കാലം മുതൽ, സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ, കശ്മീർ ഇന്ത്യയുടെ ഭാഗമായ കാലം മുതൽ RSSഉം അന്നത്തെ ജനസംഘവും നിരന്തരമായിട്ട് ഉന്നയിച്ചു വന്ന ഒരു വാദമാണിത്. കശ്മീരിന് പ്രത്യേക പദവി കൊടുക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. കശ്മീർ യഥാർത്ഥത്തിൽ ചരിത്രപരമായ കാരണങ്ങളാലാണ് ഈ പ്രത്യേക പദവി കിട്ടിയത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് കശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറാൻ തീരുമാനിച്ചത്. അതിന് ഹരിസിംഗ് എന്ന് പറയുന്ന അവിടുത്തെ രാജാവുമായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സഖ്യത്തിൻ്റെ ഭാഗമായി, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് പട്ടേൽ ആഭ്യന്തരമന്ത്രിയായിരിക്കെ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുന്നത്. അതിൻ്റെ ഉറപ്പായിട്ടാണ് ഈ പ്രത്യേക പദവി അന്ന് കൊടുത്തത്. നെഹ്റു മാത്രമല്ല, പട്ടേൽ അടക്കമുള്ള കേന്ദ്ര മന്ത്രിസഭയാണ് അതിന് അംഗീകാരം നൽകിയത്. പക്ഷേ ഇതിൻ്റെ മുഴുവൻ കുറ്റവും നെഹ്റുവിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് നെഹ്റുവിനെ ആക്രമിക്കാനാണ് സംഘപരിവാരം അന്ന് മുതൽ ഇന്ന് വരെ ശ്രമിച്ചിട്ടുള്ളത്. ഏതായാലും ശരി, ദീർഘകാലം കോൺഗ്രസ് ഭരിച്ചു. കശ്മീരിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമായി വന്നു. കോൺഗ്രസ് ഭരിക്കുമ്പോഴും കാശ്മീരിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ പോയി. കാശ്മീരിൽ ഗുരുതരമായിട്ടുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു, ഭീകരവാദ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു, വിഭജനവാദ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. പാകിസ്ഥാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് കാശ്മീരിലേക്ക് ആളുകൾ നുഴഞ്ഞു കയറി. അങ്ങനെ കാശ്മീർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായൊരു പ്രശ്നമായി കഴിഞ്ഞു. അതിനുള്ള പരിഹാരം എന്ന നിലയിലാണ് അമിത്ഷായും സംഘപരിവാരവും കേന്ദ്രമന്ത്രിസഭയും ആർട്ടിക്കിൾ 370 വേണ്ടെന്ന് വെച്ചത്.
ഇതോടുകൂടി കശ്മീരിലെ പ്രശ്നങ്ങൾ അവസാനിക്കും. കശ്മീർ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറും. കശ്മീരിൽ വികസനത്തിനാവശ്യമായ പണം അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും. കശ്മീരിൻ്റെ പ്രത്യേക പദവി കാരണം പലപ്പോഴും ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രയാസമുണ്ട്, ഭൂമി വാങ്ങാൻ പ്രയാസമുണ്ട്, തുടങ്ങിയ തടസ്സങ്ങൾ നീക്കം ചെയ്യപ്പെടും. അങ്ങനെ കശ്മീർ ഒരു ഇന്ത്യയിലെ ലോകത്തിൻ്റെ സ്വർഗമായിട്ട് മാറും എന്നാണ് സർക്കാർ പറഞ്ഞത്. ഇപ്പോൾ 7 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കശ്മീരിൽ നേരത്തെ ഉണ്ടായിരുന്ന പരിമിതമായ ജനാധിപത്യ അവകാശങ്ങൾ പോലും ഇല്ലായ്മ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. 2 വർഷം മുമ്പ് അവരുടെ സംസ്ഥാന സർക്കാർ വന്നിട്ടുണ്ട്. പക്ഷേ സർക്കാരും ലഫ്റ്റനൻറ്റ് ഗവർണറും തമ്മിൽ നിരന്തരമായിട്ട് സംഘർഷത്തിലാണ്. മുഖ്യമന്ത്രി ഒന്ന് പറയും, ലഫ്റ്റനൻറ്റ് ഗവർണർ അത് നിരസിക്കും. അപ്പോൾ ആ തരത്തിൽ നിരന്തരമായിട്ട് സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ലഫ്റ്റനൻറ്റ് ഗവർണറുടെ നിരന്തരമായ ഇടപെടൽ ഇന്ന് കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു തരത്തിലുള്ള മുന്നേറ്റത്തിനും സാധ്യമല്ലാത്ത വിധം ഭരണകൂടത്തെ സ്തംഭിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുണ്ട്, ജനപ്രതിനിധികളുടെ മന്ത്രിസഭയുണ്ട്. പക്ഷേ മന്ത്രിസഭയ്ക്ക് ഒരു വോയിസുമില്ല. ഡൽഹിയിൽ ഈ അവസ്ഥയാണ്. ഡൽഹിയിൽ കേന്ദ്ര സർക്കാരാണ് ഡൽഹി പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്നതുകൊണ്ട് ഡൽഹിയിലെ മന്ത്രിസഭയ്ക്ക്, കേജ്രിവാളിൻ്റെ മന്ത്രിസഭയ്ക്കും അതിനുശേഷവും യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടത്താൻ കഴിയാത്ത വിധത്തിൽ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടായി. അതേപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഗവർണർമാർ, ബംഗാളിലായാലും ശരി, കേരളത്തിലായാലും ശരി, തമിഴ്നാട്ടിലായാലും ശരി, ഗവർണർമാരെ വെച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കുന്ന, അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നിരന്തരമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു കൂട്ടരാണ് കശ്മീരിലെ ജനത. കാരണം കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികസനാവശ്യങ്ങളായാലും ശരി, വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങളായാലും മാനവികമായ ആവശ്യങ്ങളായാലും ശരി, ഏത് ആവശ്യങ്ങളും സംസ്ഥാന സർക്കാർ പറഞ്ഞാൽ അതെല്ലാം തിരസ്കരിക്കുക എന്നുള്ളതാണ് ലഫ്റ്റനൻറ്റ് ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, വമ്പിച്ച ഇൻവെസ്റ്റ്മെൻറ്റ് വരും എന്ന് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ എന്ത് തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റാണ് കശ്മീരിലുണ്ടായത്? കശ്മീരിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പട്ടാളത്തെയും വാഹനങ്ങളെയും എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ കശ്മീരുമായിട്ടുള്ള റോഡ്, വിമാന ഗതാഗതത്തിന് പുറമെ തീവണ്ടി ഗതാഗതവും സംഭവം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങോട്ടുള്ള തീവണ്ടി പാത തുറന്നിട്ടുണ്ട്. കശ്മീരിലേക്ക് സ്വാഭാവികമായിട്ടും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. ടൂറിസ്റ്റുകൾ എത്തുന്നത് കൊണ്ട് തന്നെ ധാരാളം ഹോട്ടലുകളിൽ ധാരാളം റൂമുകൾ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. തെരുവുകളിൽ കച്ചവടം നടക്കുന്നുണ്ട്. ഡാൽ തടാകത്തിലെ ചെറിയ തോണികളിൽ ആളുകൾ വരുന്നു. പക്ഷേ അതുകൊണ്ട് കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായോ, അവരുടെ വികസനത്തിനാവശ്യമായി ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിട്ടില്ല എന്നാണ് കഴിഞ്ഞ ഏതാനും 4-5 വർഷക്കാലത്തെ കണക്കുകൾ, CAG-യുടെ കണക്കുകൾ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ, പാർലമെൻറ്റിൽ അവതരിപ്പിച്ച കണക്കുകൾ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തത് ഏതാണ്ട് 2019 ശേഷമുള്ള കാലത്ത് ചില വർഷങ്ങളിലെങ്കിലും സാമ്പത്തികമായി പിന്നോക്കം പോക്കാണ് സംഭവിച്ചത്. 2023, 24 വർഷത്തിൽ 1% വരെ സാമ്പത്തിക ഇക്കോണമിയിൽ പിന്നോക്കം പോക്കുണ്ടായി എന്ന് അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു വലിയ തിരിച്ചടിയാണ്. ഇന്ത്യ ഈ കോവിഡിന് ശേഷമുള്ള കാലത്ത് കോവിഡിൽ കുറേയേറെ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായിരുന്നു. വളർച്ച 2% താഴെ, 2%, 2.5% വരെ എത്തിയിരുന്നു. പക്ഷേ അതിന് ശേഷമുള്ള കാലത്ത് വലിയ ശക്തിയായ ഒരു കുതിച്ചുചാട്ടമുണ്ടായ രാജ്യമാണ് ഇന്ത്യ. മറ്റു പല രാജ്യങ്ങളെക്കാൾ മെച്ചപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. കശ്മീരിൽ അതുണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോഴുള്ള കണക്കുകൾ, സ്ഥിതിവിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് നേരത്തെ അമിത്ഷാ പറഞ്ഞ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അവിടെ ഉണ്ടാവാതിരുന്നത്? യഥാർത്ഥത്തിൽ കശ്മീരിലെ ഫാക്ടറികളുടെ എണ്ണം, കശ്മീരിൽ പ്രവർത്തിച്ചിരുന്ന ഫാക്ടറികളുടെ എണ്ണത്തിൽ കുറവുണ്ടായി എന്നാണ് സമീപകാലത്ത് റിസർവ് ബാങ്കിൻ്റെ ഒരു കണക്ക് പറയുന്നത്. നേരെ മറിച്ച് ചില സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിൽ കൂടിയിട്ടുണ്ട്, ചെറുകിട സ്ഥാപനങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഫാക്ടറികളുടെ എണ്ണത്തിൽ കുറവ് വന്നിരിക്കുന്നു. രണ്ടാമത്തെ ഒരു വലിയ മേഖല, യഥാർത്ഥത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കശ്മീരും കേരളവുമാണ് ഏറ്റവും കൂടുതൽ വികസിതമായിട്ടുള്ള മേഖലകൾ. അവർ വിദ്യാഭ്യാസപരമായി, സാമൂഹികമായിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 2 സംസ്ഥാനങ്ങൾ കേരളവും കശ്മീരുമായിരുന്നു. ആരോഗ്യരക്ഷാരംഗത്ത്, സ്ത്രീകളുടെ മാതൃശിശു സംരക്ഷണ നിരക്കിൽ, അതിൽ ഡോക്ടർമാരുടെ അവൈലബിലിറ്റിയിൽ, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ, ഇങ്ങനെയുള്ള പല മേഖലകളിലും, അതായത് ഇതിനെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് HDI,
അത് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നായിരുന്നു കശ്മീർ. പക്ഷേ ആ എല്ലാ മേഖലകളിലും കഴിഞ്ഞ 7 വർഷങ്ങൾക്കിടയിൽ പിന്നോക്കം പോക്കുണ്ടായിട്ടുണ്ട് എന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത്. ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ളൊരു പ്രതിസന്ധി കണ്ടിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്താണ്. ധാരാളം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കശ്മീരിലുണ്ട്. പക്ഷേ അവിടെ 2023-24 വർഷത്തിലെ കണക്കുകൾ വെച്ചാൽ 11% കുറവ് ആളുകളാണ് എൻറോൾമെൻറ്റ് നടത്തിയിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അഡ്മിഷൻ തേടിയ ആളുകളുടെ സംഖ്യയിൽ 11% കുറവുണ്ടായി എന്നാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ കുറയുന്നത്? 2 കാരണങ്ങളാവും. ഒന്ന്, ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് കശ്മീരിലെ സ്ഥാപനങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾ ആ അഡ്മിഷൻ എടുക്കാൻ തയ്യാറില്ല. കാരണം അവർക്ക് അങ്ങോട്ട് പോകാൻ പേടിയുണ്ട്, താല്പര്യമില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്, കശ്മീരി യുവാക്കൾ തന്നെ ഉന്നത വിദ്യാഭ്യാസം ഉപേക്ഷിക്കുകയാണ്. കാരണം ഭാവിയെക്കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം ചിലവാക്കുകയും രക്ഷിതാക്കളുടെ പണം നശിപ്പിക്കുകയും ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് കശ്മീരിലെ യുവജനത മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടായിരിക്കണം 11% ഈ കുറവ് വന്നിരിക്കുന്നത്. അതേപോലെ വിവിധ മേഖലകളിൽ കണക്കുകൾ പ്രകാരം വിവിധ മേഖലകളിൽ കാര്യമായിട്ടുള്ള പിന്നോക്കം പോക്കാണ് കഴിഞ്ഞ 7 വർഷങ്ങളിൽ കശ്മീരിൽ കാണുന്നത്. മറുഭാഗത്ത് വലിയ കുതിച്ചുചാട്ടം നടക്കുന്ന ചില മേഖലകളുണ്ട്. അതിലൊന്ന് ഈ ഈ ഭീകരമായിട്ടുള്ള കേസുകൾ, ഭീകരവാദത്തിൻ്റെ പേരിലുള്ള UAPA കേസുകൾ. UAPA കേസുകൾ 2019 മുതലുള്ള വർഷങ്ങളിൽ നിരന്തരമായി വർദ്ധിച്ചു വരികയാണ്. കൂടുതൽ ആളുകളെ UAPA പോലുള്ള കരിനിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയാണ്. മറ്റൊന്ന്, ഏറ്റവും രസകരമായ മറ്റൊരു സംഗതി ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ ആണ്. ഇന്ന് ഈ ലോകത്ത് എവിടെയായാലും ശരി, ഇൻ്റർനെറ്റ് ഇല്ലാതെ ഒരു സ്ഥാപനം നടത്താൻ കഴിയില്ല, വ്യവസായം നടത്താൻ കഴിയില്ല, കച്ചവടം നടത്താൻ കഴിയില്ല, വണ്ടികൾ ഓടിക്കാൻ കഴിയില്ല, വിദ്യാലയങ്ങൾ നടത്താൻ കഴിയില്ല. പക്ഷേ ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ എന്ന് പറയുന്നത് നിരന്തരമായിട്ട് കശ്മീരിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ തവണയും, ഓരോ വർഷവും പല തവണ നിരന്തരമായിട്ട് ആഴ്ചകളോളം, മാസങ്ങളോളം ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. എങ്ങനെയാണ് സ്കൂളുകൾ നടത്തിക്കൊണ്ടുപോവുക? എങ്ങനെയാണ് ഇപ്പോൾ പത്രങ്ങൾ അച്ചടിക്കുക? എങ്ങനെയാണ് വാർത്താ വിതരണം നടക്കുക? എങ്ങനെയാണ് ജനങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ നടക്കുക? യഥാർത്ഥത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോലും കഴിയാത്തൊരവസ്ഥ. ഈ അവസ്ഥ കശ്മീരിൻ്റെ ഇക്കോണമിയെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. കശ്മീരിലെ ജനജീവിതത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. അതേ സമയത്ത് മറ്റൊരു കണക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പുതുതായിട്ട് ജയിലുകളിലേക്ക് ഇടുന്ന ആളുകൾ, കരുതൽ തടങ്കൽ വിഭാഗം എന്നാണ് പറയുന്നത്. ഓരോ കാരണം കൊണ്ട് യുവജനങ്ങളെ കരുതൽ തടങ്കലിൽ വയ്ക്കുന്നു. അതിനകത്ത് 2019 ശേഷം വമ്പിച്ച കുതിച്ചുചാട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അണ്ടർ ട്രയൽസ്, ഈ വിചാരണ തടവുകാരായിട്ടുള്ള ആളുകൾ 2019 ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയിലേറെ ആളുകളാണ് കഴിഞ്ഞ 7 വർഷങ്ങളിൽ. 2019 1900 താഴെ, ഏതാണ്ട് 2000 താഴെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ കശ്മീരിലെ ജയിലുകളിൽ ഏതാണ്ട് 5000-ഓളം ആളുകൾ വിചാരണ തടവുകാരായിട്ട് കഴിയുന്നു എന്നാണ് കണക്കുകൾ വെച്ചുകൊണ്ട് ആ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരെ ഒരുപാട് തരത്തിലുള്ള നിരവധി കണക്കുകൾ, വളരെ ഗുരുതരമായിട്ടുള്ള കണക്കുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് ആഭ്യന്തര വകുപ്പും കേന്ദ്ര സർക്കാരും നടത്തിയ അവകാശവാദങ്ങൾ കശ്മീരിനെ ഭൂമിയിലെ സ്വർഗമാക്കും എന്ന് പറയുന്നത് തീർന്ന അവസരവാദപരമായിട്ടുള്ളൊരു മുദ്രാവാക്യമായിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കശ്മീരിലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുഷ്കരമായി എന്നുള്ളതാണ് ഇപ്പോൾ 7 വർഷത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് കശ്മീരിലെ ജനങ്ങളുടെ ശബ്ദം ആര് എപ്പോൾ എങ്ങനെ കേൾക്കും എന്ന് ആർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം.